പനീർ ഷാഷ്ലിക്കിന്റെ വീഡിയോ ആണ് ചെയ്തേക്കുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന ഒരു പാകിസ്ഥാനി റെസ്റ്റോറന്റിൽ പോയപ്പോഴാണ്. അപ്പൊ അവരുടെ ബുഫേയിൽ ഒരു ഐറ്റം ആയിരുന്നു ഈ പനീർ ഷാഷ്ലിക്ക്. അപ്പം ഇത് ബേസിക്കലി പനീർ ഷാഷ്ലിക്ക് എന്ന് പറയുന്നത് നമുക്ക് 3 ടേസ്റ്റ് കിട്ടും. അതായത് ഒരു പനീർ ടിക്കയുടെ ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ആദ്യത്തെ ഒരു മാരിനേഷൻ ടിക്കയുടെ ഒരു മാരിനേഷൻ ചെയ്തിട്ട് ടിക്ക പോലെ ചെയ്തെടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ബട്ടർ മസാല, പനീർ ബട്ടർ മസാലയുടെ അങ്ങനത്തെ ആ ഒരു ടൊമാറ്റോ പ്യൂരി ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബേസ് ഗ്രേവി ഉണ്ടാക്കും. അതിലേക്ക് പിന്നെ നമ്മൾ ചൈനീസിൽ വരുന്ന കെച്ചപ്പും സോയാ സോസും ഒക്കെ ചേർക്കും. അപ്പൊ അങ്ങനെ വരുന്ന ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. കുറച്ചൊരു ടാങ്കി ഫീലുള്ള ഒരു റെസിപ്പിയാണ് ഈ പനീർ ഷാഷ്ലിക്ക് എന്ന് പറഞ്ഞത്. അപ്പൊ പനീർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്നാണേലും ഈ റെസിപ്പി ഇഷ്ടമാവും. അപ്പൊ നമുക്ക് വീഡിയോ നോക്കാം. പനീർ ഷാഷ്ലിക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യമേ ഒരു പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്യണേ. അപ്പം അതിന് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കട്ട തൈര് എടുത്തു. ഇത് പുളിയില്ലാത്ത തൈരാണ്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ റെഡ് ചില്ലി പേസ്റ്റ്. ഇത് ഉണ്ടാക്കുന്നത് ഞാനൊരു 10 കാശ്മീരി വറ്റൽമുളക് എടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ വിനാഗിരി. ഇതും കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 15 മിനിറ്റ് നന്നായിട്ട് അത് തിളപ്പിച്ചു. എന്നിട്ട് അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ആ വെള്ളം എല്ലാം ഊറ്റി കളഞ്ഞിട്ട് ഈ കാശ്മീരി വറ്റൽമുളക് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തു. അപ്പം അതിൽ നിന്ന് ഒരു ടീസ്പൂൺ ഇപ്പം ചേർത്തേക്കുന്നത്. ഇപ്പോൾ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ എടുത്തതിനിപ്പോൾ ഒരു ടീസ്പൂൺ എടുത്തുള്ളൂ. അപ്പോൾ ബാക്കി കുറച്ചുകൂടെ കാണും. അപ്പോൾ നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ മതി. പിന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും കറിക്കൊക്കെ ഉപയോഗിക്കണമെങ്കിൽ എടുക്കാൻ പറ്റും. ഒരു ടീസ്പൂൺ കസ്തൂരി മേത്തി, ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു വലിയ നാരങ്ങയുടെ പകുതി ജ്യൂസ്, അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ ഒരു നാരങ്ങ, ചെറിയ നാരങ്ങ ആണെങ്കിൽ ഒരു നാരങ്ങ, അല്ലെങ്കിൽ ചെറിയൊരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്. നന്നായിട്ട് ആദ്യമേ മിക്സ് ചെയ്യാവേ. 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തു. മാരിനേഷനിലേക്ക് നമുക്ക് പനീർ ഇടാം. ഒരു 100 ഗ്രാം പനീറാണ് എടുത്തേക്കുന്നത്. പൊട്ടിപ്പോവാതെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ചെറിയൊരു റെഡ് ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ക്യൂബ്സ് ആയിട്ട് തരിഞ്ഞു. ഗ്രീൻ ക്യാപ്സിക്കത്തിൻ്റെയും പകുതി, പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി. ഇതെല്ലാം ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ്. ഇനി ഇതും കൂടി ചേർക്കും ഇതിൽ. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതൊരു അരമണിക്കൂർ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാം. ഇത് അരമണിക്കൂർ ഞാൻ മാരിനേറ്റ് ചെയ്ത് പനീറെല്ലാം വെച്ചാൽ ഇനി നമുക്ക് എണ്ണ ഒഴിക്കാവേ. സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചേക്കുന്നത്. ഇതിലേക്ക് ഈ പനീറെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. പനീറെല്ലാം ഇട്ടു. ഇത് 4 സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ തിരിച്ചു മറിച്ചു വിട്ടെടുക്കാം. അതായത് ക്യാപ്സിക്കവും ഒണിയനും ഇത് പനീറായി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിലൊന്ന് ഇട്ടൊന്ന് ചൂടാക്കി എടുത്താൽ ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പം ഇതൊന്ന് ആവട്ടെ. പനീറാവുന്ന സമയത്ത് നമുക്കൊരു ഗ്രേവി റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്. വലിയൊരു സവാളയാണ്. ഇത് ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ സവാളയുടെ ഒരു പേസ്റ്റ് വേണം. പിന്നെ ഒരു ടൊമാറ്റോ പ്യൂരിയും വേണം. അതിനൊരു വലിയ തക്കാളി എടുത്തു. ഇത് ഞാൻ വെള്ളത്തിലിട്ടു നല്ലപോലെ തിളപ്പിച്ചെടുത്തു. അപ്പോൾ അതിൻ്റെ ഈ തൊലിയെല്ലാം മാറി വന്നു. അപ്പോൾ ഇനി സവാള പേസ്റ്റ് ആക്കി കഴിഞ്ഞിട്ട് ഈ തക്കാളി പേസ്റ്റ് ആക്കി എടുക്കാം. പനീർ ഇപ്പോൾ ആയി. ഇത് മാറ്റാവേ. ബാക്കിയുള്ള എണ്ണയിലേക്ക് തന്നെ ആ ക്യാപ്സിക്കം സവാളയും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയേ. ഇത്ര ഒന്ന് വാടിയാൽ മതിയേ. ജസ്റ്റ് ഒന്ന് ഇട്ടൊന്ന് ചൂടായാൽ മതി. അല്ലെങ്കിൽ ഈ ക്യാപ്സിക്കം ഒക്കെ ഒന്ന് വാടി അതിൻ്റെ കളർ അങ്ങ് പോകും. ഇത്ര ഒന്ന് ആയി കിട്ടിയാൽ മതി. പിന്നെ ഇതും മാറ്റാവേ. ഈ സെയിം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുവാണേ. ഇതിലേക്ക് അരച്ചു വെച്ചേക്കുന്ന സവാളയുടെ പേസ്റ്റ് ചേർക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തേ. ഇപ്പം കണ്ടോ സവാളയൊക്കെ നന്നായിട്ട് വഴന്നേ. ഇതെല്ലാം കൂടെ നല്ല കൂടി വന്ന് ഈ ഒരു പരുവം വരെ ആവണേ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ചില്ലി പേസ്റ്റ് ഉണ്ടാക്കിയെന്ന് 1 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റും കൂടെ ഒന്ന് മാറണം. റെഡ് ചില്ലി പേസ്റ്റും കുരുമുളകും ഒക്കെ ചേർത്ത് അതിൻ്റെയും പച്ചമണമൊക്കെ മാറി. ഇനി ഇതിലേക്ക് ആ തക്കാളി ഞാൻ നന്നായിട്ട് അടിച്ചെടുത്ത്. അപ്പം അതിൻ്റെ കുരു അങ്ങനെയുള്ളതല്ല ഈ അരിപ്പേക്കൂടി ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ അങ്ങ് മാറിക്കോളും. ഈ ടൊമാറ്റോ പ്യൂരിയും ഈ സവാളയും കൂടെ കിടന്ന് ഇനി ഇതിൻ്റെ ഈ ടൊമാറ്റോ പ്യൂരിയുടെ ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ടൊമാറ്റോ പ്യൂരിയൊക്കെ ആയ ഈ ഗ്രേവിയിലേക്കാണ് സോസസ് എല്ലാം ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. ടൊമാറ്റോ പ്യൂരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറി. പിന്നെ ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ട്
ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ചൂടുവെള്ളം ഒഴിച്ച് എന്നിട്ട് ഇതൊന്നൊന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങി. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തു, 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച പനീർ അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുവാണേ, കാരണം ഇതൊന്ന് ചൂടാറുമ്പോൾ പിന്നെ ഒന്നും കൂടെ ഒന്ന് കുറുകും. അതുകൊണ്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു. മല്ലിയില. ഇത്രേ ഉള്ളൂ പണി. ഞാൻ പനീർ ഷാഷ്ലിക് എന്ന് പറയുന്ന ഒരു മിക്സഡ് ടേസ്റ്റ് വരുന്ന ഒരു റെസിപ്പിയാണ്. കാരണം നമ്മൾ സോയാ സോസും അങ്ങനെയൊക്കെ ഇടുന്ന ചൈനീസിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ മല്ലിയില ഇടാറില്ല. പക്ഷേ ടിക്ക പോലെയാണ് പനീറിൻ്റെ ആ മാരിനേഷനും ഒക്കെ ചെയ്തേക്കുന്നത്. പനീറും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു വേറൊരു ടേസ്റ്റ്, എപ്പോഴും ചെയ്യുന്ന ഒരു രീതിയിൽ നിന്ന് നമുക്കൊന്ന് മാറ്റി വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം ഇത്രേ ഉള്ളൂ. ചൂടൊന്നും ആയാൽ മതി, കാരണം ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ നന്നായിട്ട് വഴറ്റി കുക്ക് ചെയ്തതാണ്, പനീറും കുക്കായതാണ്. പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ പനീർ ഷാഷ്ലിക്ക് റെഡി ആയിട്ടുണ്ട്. പുലാവ്, ചപ്പാത്തി, അതിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത റെസിപ്പി കാണാം. താങ്ക്